അനിൽ മുഹമ്മദിന് കുരുപൊട്ടി. സാധാരണഗതിയിൽ യുക്തിവാദികളോടോ അല്ലെങ്കിൽ മതത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതിനോടോ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ഒരാക്ഷേപം ഉന്നയിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ കുരുപൊട്ടുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് എന്തെങ്കിലും മറുപടി ആരെങ്കിലും പറഞ്ഞാൽ അതിനും കുരുപൊട്ടാറുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് കുരുപൊട്ടിയത് മറ്റൊരു കാരണത്തിനാണ്. അതെന്താണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിനു മുൻപ് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വഹാബിസം എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഇസ്ലാം എന്ന പേരിൽ അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് സ്വാധീനം നേടിയിട്ടുള്ള വഹാബിസം എന്ന ഇസ്ലാമിനകത്ത് തന്നെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള തൗഹീദിന്റെ വക്താക്കൾ. തൗഹീദ് എന്ന് പറയുമ്പോൾ എന്തോ നിങ്ങൾ വലിയ ഒരു ചക്കര സാധനമായിട്ട് കാണണ്ട. പ്യൂർ ഇസ്ലാമിസത്തിന്റെ ആളുകൾ, ജിഹാദിന്റെ ആളുകൾ, ഈ വഹാബി തൗഹീദിന് കീഴൊതുങ്ങാത്ത അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്ത മുഴുവൻ മനുഷ്യരെയും ഇൻക്ലൂഡിംഗ് മുസ്ലിംസ് ശത്രുക്കളായി പ്രഖ്യാപിക്കുന്ന, അവർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുള്ള, അവരെ കൊലപ്പെടുത്തിയിട്ടുള്ള, കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള, ഇസ്ലാമിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് എങ്ങനെ ജീവിച്ചോ അതേ കോലത്തിൽ ജീവിക്കണം എന്ന് വാശി പിടിക്കുന്ന, അതിന് തയ്യാറാവാത്ത മുഴുവൻ മനുഷ്യരെയും മുസ്ലിങ്ങളാണെങ്കിലും എതിർക്കുകയും അവരെ കശാപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ള, പള്ളികൾ പൊളിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഭീകര സംഘമാണ്, ഭീകര തൗഹീദാണ് വഹാബി തൗഹീദ്. ഈ വഹാബി തൗഹീദിന്റെ ആവിർഭാവമാണ് ആധുനിക ലോകത്ത് ഇസ്ലാമിന്റെ ഒരു ഏറ്റവും മോശമായിട്ടുള്ള മുഖം ആളുകൾക്ക് അനുഭവഭേദ്യമാകാൻ കാരണമായതും ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ഭീഷണിയുടെ ഒക്കെ തായ്വേര് ഈ വഹാബിയത്ത് എന്ന് പറയുന്ന ഈ അപകടം പിടിച്ച പ്രത്യയശാസ്ത്രത്തിലാണെന്നും ഞാൻ കാലങ്ങളായിട്ട് പറയാറുണ്ട്. വഹാബിസമാണ് ഇന്ന് ലോകത്തെമ്പാടുമുള്ള തീവ്രവാദ ആശയങ്ങളുടെ അടിത്തറ. അതിന്റെ രാഷ്ട്രീയവും ആദർശപരവുമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പുതിയ തരം തൗഹീദാണ്, പുതിയ തരം ഇസ്ലാമാണ്. അതിന്റെ സ്വാധീനം ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എവിടെയൊക്കെ ഈ വഹാബി തൗഹീദിന്റെ ആളുകൾ ചെന്നെത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കേരളം അതിലേറ്റവും പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഉദാഹരണമാണ്. ചരിത്രകാലങ്ങളിൽ പല ചെറിയ ചെറിയ സംഭവങ്ങളോ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നത് മാറ്റിവെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പൊതുവെ ഇവിടുത്തെ മുസ്ലിം സമൂഹം ഇവിടുത്തെ സംസ്കാരത്തോടും ഇവിടുത്തെ ഇതര മതവിഭാഗങ്ങളോടും മറ്റു ആചാരങ്ങളോടും ഒക്കെ ഇഴകിച്ചേർന്ന് അവരോടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന, വലിയ പ്രശ്നങ്ങളും സ്പർദ്ധയില്ലാതെ മുന്നോട്ട് പോയിരുന്ന ഒരു സമൂഹമാണ്. അവിടെ ഈ വഹാബി തൗഹീദ് ഒളിഞ്ഞും തെളിഞ്ഞും വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഒളി യുദ്ധങ്ങൾ, അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് സുന്നി വിഭാഗത്തിന്റെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പ്രഭാഷകരിൽ ഒരാളായിട്ടുള്ള റഹ്മത്തുള്ളാഹിൽ ഖാസിമി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ. അദ്ദേഹം കുറച്ചു കാലമായിട്ട് ഈ സുന്നി ആദർശത്തിനകത്തുള്ള ആളുകളിൽ ഉണ്ടാകുന്ന വഹാബി ആശയ സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു ആശയ വ്യതിയാനത്തെ തുറന്നു കാണിക്കുകയും വഹാബിസം മുസ്ലിം സമൂഹത്തിന് തന്നെ എത്ര ദോഷം ചെയ്യും, അതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്, പല വീഡിയോകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ വീഡിയോയിൽ അദ്ദേഹം ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഞാൻ മനസ്സിലാക്കുന്ന 7 ദിവസം മുൻപ് അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ തംബ്നെയിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. ആ വീഡിയോയിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുള്ളത്, നമ്മൾ പല പേരുകളിലൊക്കെ ആൾക്കാരെ പരാമർശിക്കുന്നത് പോലെ വളരെ കാവ്യാത്മകമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രയോഗം ഇതാണ്: സുഹാബികളെ സൂക്ഷിക്കുക. സുഹാബികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പല ആശയക്കാരെയും പല പേരിട്ട് വിളിക്കുന്നത് പോലെ സുഹാബികൾ എന്ന് ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് സുന്നി വേഷം കെട്ടിയ വഹാബികൾ എന്നാണ്. നമ്മൾ അതും വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. ചില ആളുകളെ നമ്മൾ പേരെടുത്ത് പറയാറുണ്ട്. അലിയാർ ഖാസിമി, സിംസാർ അൽ ഹക്ക്, കബീർ ബാക്കവി തുടങ്ങിയിട്ടുള്ള നിരവധി സുന്നി വേഷധാരികളായിട്ടുള്ള വഹാബികളെ, നൌഷാദ് ബാക്കവി, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിങ്ങനെ എണ്ണിയെടുക്കാവുന്ന നിരവധി വഹാബി ആശയ പ്രചാരകർ. അതേ സമയത്ത് അവർ സുന്നി പണ്ഡിത വേഷം കെട്ടി സുന്നികളുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് സുന്നി പള്ളികളിൽ ഖത്തീബായി നിന്നുകൊണ്ട് സുന്നി കുട്ടികൾക്ക് ദർസ് എടുത്തുകൊണ്ടും സുന്നി ദഅവ കോളേജുകളിൽ ക്ലാസ് എടുത്തുകൊണ്ടും വഹാബിയത്ത് എന്ന് പറയുന്ന അപകടം പിടിച്ച തൗഹീദ് ആളുകളിൽ പ്രചരിപ്പിക്കുകയും ഇതര മതസമൂഹങ്ങളോടുള്ള സഹവർത്തിത്വത്തിന് തുരങ്കം വെക്കുന്ന ഒരു പ്രശ്നം മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കുകയും അത്തരം മാനസികാവസ്ഥയുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരികയും ഒരു ചെറിയ മിസ്കോളിന്റെ ബലത്തിൽ പോലും ഇവിടുന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ ആളുകൾ പോകാൻ, ജിഹാദിന് പോകാൻ മാത്രം അവരെ പര്യാപ്തമാക്കുന്ന തരത്തിൽ അവരുടെ മനസ്സുകളെ തീവ്രവാദ നിലപാടുകളിലേക്ക് നയിക്കാനും പോന്ന വഹാബി ആശയത്തിന്റെ പ്രചാരകരായിട്ടുള്ള കുറച്ചധികം സുന്നി പണ്ഡിതന്മാർ ഉണ്ട് എന്നും സുന്നി മതസ്ഥാപനങ്ങളിലെ നേതൃത്വങ്ങളിൽ പോലും ഇത്തരം വേഷപ്രച്ഛന്നരായി നിൽക്കുന്ന വഹാബി തൗഹീദിന്റെ ആളുകൾ ഉണ്ട് എന്നും പറയാറുണ്ട്. ഞാൻ അത്തരം ആളുകളെ ഇവിടുത്തെ സ്യൂട്ടായിട്ടുള്ള വേർഡാണോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇവരെ പൊതുവിൽ വിശേഷിപ്പിക്കുന്നത് ഇവർ വളരെ പുരോഗമനപരമായിട്ടുള്ള വസ്ത്രം ധരിച്ച്
പുരോഗമനപരമായ ആശയം സംസാരിച്ച് നിഷ്പക്ഷമായിട്ട് മാത്രം കാര്യങ്ങളെ വിലയിരുത്തുന്ന ഇത്തരം ജിഹാദി സ്വഭാവം പേറുന്ന ആളുകളെ അർബൻ ജിഹാദികൾ എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ ആ ഗണത്തിൽ പെടുന്ന ചില ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേരാണ് അലിയാർ കാസിമി, അതിലെ മറ്റൊരു പേരാണ് അനിൽ മുഹമ്മദ്. അപ്പൊ അനിൽ മുഹമ്മദിന് വഹാബികളെ കുറിച്ചുള്ള പരാമർശം, വഹാബി സ്വാധീനം, സുന്നി സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നം, അതിന്റെ വ്യാപനം, അത് ലോകത്തുണ്ടാക്കിയിട്ടുള്ള അപകടം, അത് മുസ്ലിം സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, അവർ കൈയടക്കിയത്, അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്ത്, ഇതൊക്കെ എണ്ണി പറഞ്ഞപ്പോൾ നിഷ്പക്ഷം നിലപാട് പറയുന്ന അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന നീലക്കുറുക്കന് കൈവിട്ടു. അദ്ദേഹത്തിന്റെ ആ നിഷ്പക്ഷത നിലവിട്ടുപോയി. അദ്ദേഹം നീട്ടിക്കൂവാൻ ആരംഭിച്ചു. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് സുന്നി വേഷം കെട്ടി വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്നവരാണ് എന്ന് മേനി നടിച്ച് നിഷ്പക്ഷം കാര്യങ്ങൾ വിലയിരുത്തുന്നവരാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തിറക്കുന്ന ഇത്തരം വഹാബി തൗഹീദിന്റെ തീവ്ര ഇസ്ലാമിക ആശയം പേറുന്നവരെ തുറന്നു കാണിക്കാൻ വേണ്ടി കാസിമി നടത്തിയിട്ടുള്ള ശ്രമം, അത് മുസ്ലിം സമുദായം എങ്ങനെയാണ് ചെറുക്കേണ്ടത് എന്നും ഒരു ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ സമുദായം ഇഴകിച്ചേർന്ന് സഹകരിച്ച് ജീവിക്കേണ്ടത് എന്നത് ഓർമ്മിപ്പിക്കാനും അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമത്തിൽ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണം വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യം അനിൽ മുഹമ്മദിന്റെ പ്രയാസങ്ങളൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് കാസിമി എന്ത് പറഞ്ഞതിനാണ് അനിൽ മുഹമ്മദിന് ഇതുപോലെ ഹാലിളകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാസിമി പറയുന്നതിൽ നിന്ന് അനിൽ മുഹമ്മദ് കട്ടുമുറിച്ച് കേൾപ്പിക്കുന്നതിന്റെ ആ ഒരു എന്താ പറയാ ഇളിഭ്യത അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. ആ കേൾപ്പിച്ച ഭാഗത്തിന് പോലും മറുപടി പറയാനില്ലാതെ വസ്തുതകൾ നിരത്താനാവാതെ അദ്ദേഹം അതിനെ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹം പക്ഷേ ഈ വിഡ്ഢിച്ചിരി ഇതിനകത്ത് ചിരിച്ചിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവാണ്. കേട്ടോളൂ. മാനസിക നില തകരാറിലാവുകയും എന്ത് പച്ചക്കള്ളവും എവിടെയും വിളിച്ചു പറയുകയും ചെയ്യുന്നവർക്ക് നമ്മുടെ വർത്തമാനകാല സമൂഹത്തിൽ എവിടെയെങ്കിലും ഒരു തൊഴിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനമോ ലഭിക്കുക വലിയ പ്രയാസമാണ് ഒരിടത്തൊഴികെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് പണ്ട് കാലത്ത് ഏതോ ഒരു കാര്യം പറയുകയാണെന്ന്. മാനസിക നില തകരാറിലായി വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് എല്ലാത്തിനെയും എതിർത്ത് എല്ലാവരെയും തള്ളി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾക്കൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വലിയ പ്രയാസമാണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അത് പ്രയാസമായതാണ്. 6-ാം നൂറ്റാണ്ടിലൊക്കെ വലിയ എളുപ്പമായിരുന്നു എന്നാണ്. അല്ല, അന്നും അവിടെ വളരെ പ്രയാസമായിരുന്നു. ആളുകളുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ, ആളുകളുടെ ലോജിക്കിന് ഒക്കാത്ത കാര്യങ്ങൾ, അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ തെളിവുകളൊന്നുമില്ലാതെ വെറുതെ തള്ളി നടന്നപ്പോൾ അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞത് ഇത് മൈൻഡ് ചെയ്യേണ്ട, അത് വേറെന്തോ പ്രശ്നമാണ്, വിട്ടേക്ക്. നിങ്ങൾ വിചാരിക്കും ആ കഥാപാത്രത്തെ കുറിച്ചാണ് അനിൽ മുഹമ്മദ് പറയുന്നത്. അല്ല, അടുത്ത 1-2 ഭാഗം കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നിയേക്കാം. അതിൽ അനിൽ മുഹമ്മദിനോ എനിക്കോ പ്രത്യേകിച്ച് പങ്കില്ല. എന്നാൽ ഒരു മേഖലയിൽ ഇതിന് യാതൊരു വിലക്കുമില്ല. വായിൽ വരുന്നതെന്തും കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വിളിച്ചു പറയാവുന്നതാണ്. അനുയായികൾ ഉണ്ടാവും, വേദി ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞതുപോലെ ആളുകൾ വാനോളം പുകഴ്ത്താനും ചുമന്ന് നടക്കാനും ചെലവിന് കൊടുക്കാനും ഒക്കെ ഉണ്ടാവും. ആ മേഖലയാണ് ഇപ്പോൾ ചിലരെങ്കിലും ഉപയോഗപ്പെടുത്തി പോരുന്ന ആത്മീയ മേഖല. അതിപ്പോ ചിലർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയെന്നല്ല അനിൽ മുഹമ്മദെ. 10,500 കൊല്ലം മുമ്പ് മക്കയിൽ ജനിച്ച് മദീനയിലേക്ക് പോയി ഒരു മനുഷ്യൻ ഇതേ രീതിയിൽ ഇപ്പൊ അനിൽ മുഹമ്മദ് പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും കൂടി ആളെ കൂട്ടി, അനുയായികളെ കൂട്ടി, അവരെ കാലാകാലത്തേക്ക് ഒരു ചിന്തയിൽ കെട്ടിയിട്ട് ഒരു നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഉള്ളതുപോലെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്ത് മരിച്ചു കഴിഞ്ഞിട്ടും പൊക്കിക്കൊണ്ട് നടക്കാനും മൗലൂദ് പാടാനും പേര് കേൾക്കുമ്പോഴത്തിന് സ്വലാത്ത് ചെല്ലാനുള്ള ഒരു ചിന്ത മരവിപ്പിച്ച കൗമിനുണ്ടാക്കിയെടുത്തിട്ടാണ് ആ മഹാനുഭാവൻ ദിവംഗതനായത്. അതുകൊണ്ട് അത് ഇന്ന് ഉണ്ടാവുന്ന സംഭവമൊന്നുമല്ല. എല്ലാ കാലത്തും അങ്ങനത്തെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിലുണ്ട്, അതിന് 7-ാം നൂറ്റാണ്ടിലും ആളുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവും. സ്വാഭാവികം. അത് നല്ലൊരു വരുമാനമാണ്, തൊഴിലാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് വേണമെങ്കിലും പറയാം. ഇതും നമുക്ക് പുതിയ ഒരു പ്രതിഭാസമല്ല. 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ കാര്യം തന്നെയാണ്. 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അതങ്ങനെ തന്നെയായിരുന്നു. സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ പറയാം, പിന്നെ പണിയെടുക്കാതെ ജീവിക്കാം, യുദ്ധത്തിന് പോകാം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ യുദ്ധത്തിന് പോക്കും അന്നത്തെ അത്രയും ഗുണകരമല്ല. യുദ്ധത്തിന് പോകാനും അടിമകളെ പിടിച്ചുകൊണ്ടുവരാനും വീതം വെക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അന്നത്തെ അത്ര എളുപ്പമല്ല, കുറച്ച് പ്രയാസമാണ് ഇന്നത്തെ കാര്യങ്ങൾ. എന്തായാലും സാധാരണ ഏതെങ്കിലും ഒരു മൃഗം കുരയ്ക്കുന്നതിന് പോലും അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുന്നതിന് പോലും അതിൻ്റെതായ ഒരർത്ഥമുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യൻ കുറെ കാലങ്ങളായി ഈ പറയുന്ന മുസ്ലിയാർ പദവിയും പട്ടവും കൈവച്ചുകൊണ്ട് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള നിലയിൽ വെളിവുകേടിന്റെ ഉദാഹരണമായി നടന്നു പറയുമ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾക്കൊന്നും കുഴപ്പമില്ല. മുഖത്തൊരു പ്രസാദമില്ല അനിൽ മുഹമ്മദിന്. ഇന്ന് സംസാരത്തിൽ എതിർക്കപ്പെടേണ്ടുന്ന വ്യക്തിയെ അദ്ദേഹത്തിന് ചീത്ത വിളിക്കണം, തെറി വിളിക്കണം, പക്ഷെ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തന്ത്രപരമായി ഏതെങ്കിലും ഒരു മൃഗം കുരയ്ക്ക് പോലും എന്ന് പറഞ്ഞത്. എൻ്റെ അറിവിൽ കുരയ്ക്കുന്ന മൃഗം
പട്ടി മാത്രമാണ്. അപ്പോൾ കാസിമി ആ ജീവിയുടെ പേര് പറഞ്ഞ് വിളിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം അങ്ങനെ മറികടക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാസിമി എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അമർഷം ഇങ്ങനെ അണപൊട്ടി ഒഴുകുകയാണ്, കുരു പൊങ്ങി പൊങ്ങി വരികയാണ്, നീലക്കുറുക്കന്റെ തനി നിറം പതിയെ പുറത്തു വരികയാണ്, കൂവാൻ തുടങ്ങുകയാണ്. കേട്ടോളൂ. അത് മറ്റാരുമല്ല, സാക്ഷാൽ റഹ്മത്തുള്ള കാസിമി മുത്തേട. അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ്. ആ പേരിനും നാടിനും പോലും അപമാനമാണ് അത്തരം കാര്യങ്ങൾ ഈ വിവരമില്ലായ്മയോടൊപ്പം ചേർത്ത് വെക്കുന്നത്. അപ്പൊ കാസിമി, അദ്ദേഹത്തിന്റെ പേര്, നാടിന്റെ പേര് ഒക്കെ ചീത്തയായി. കാസിമിക്കാണെങ്കിൽ വിവരമില്ല. എന്താ കാരണം? നമ്മുടെ നാട്ടിൽ സുന്നി വേഷം കെട്ടിയ, നിഷ്പക്ഷ വേഷം കെട്ടിയ വഹാബികൾ ഇവിടെ വഹാബിയത്ത് പ്രചരിപ്പിക്കുന്നതിന് പണിയെടുക്കുന്നുണ്ട് എന്ന് കാസിമി ഒന്ന് സൂചിപ്പിച്ചു പോയി. റഹ്മത്തുള്ളാഹിൽ കാസിമി എന്ന് പറയുന്ന സുന്നി പണ്ഡിതൻ വഹാബിയത്ത് ലോകത്തുണ്ടാക്കിയിട്ടുള്ള അപകടങ്ങളെ കുറിച്ച് പറഞ്ഞുപോയി. അതിലേക്ക് പെട്ടുപോകുന്ന മുസ്ലിം ജനസമൂഹത്തെക്കുറിച്ച്, മുസ്ലിം യുവതയെക്കുറിച്ച്, മുസ്ലിം സമൂഹം പരമ്പരാഗതമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന മതപാഠശാലകളെ ഒക്കെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് അതിലുള്ള ഇത്തരം വഹാബി ആശയക്കാരെ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുപോയി. ലോകത്തുള്ള പല ഭാഗത്തുമുള്ള പല സ്ഥാപനങ്ങളും വഹാബിവൽക്കരണത്തിലൂടെ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയതിന്റെ കഥ, സത്യാവസ്ഥ പറഞ്ഞുപോയി. അത് കേരളത്തിലും വരാനിരിക്കുന്നതിന്റെ അപകട സൂചനകൾ അദ്ദേഹം പറയുന്നു. സമസ്ത സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ആരെയാണോ കാസിമി ഉദ്ദേശിച്ചത്, അതിൽ കാസിമി പോലും വിചാരിച്ചിട്ടില്ലാത്ത പേരുകാരനായിട്ടുള്ള അനിൽ മുഹമ്മദിന്റെ മുതുകിലുള്ള ആ നീല നിറം ഒഴുകിപ്പോവുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിനോദം, അദ്ദേഹം പഠിച്ചിറങ്ങി അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഈ ഡിഗ്രി കൊടുത്ത സ്ഥാപനങ്ങളെയും അവിടുത്തെ സംവിധാനങ്ങളെയും കുറിച്ച് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ്. ഒരുപക്ഷെ ആ സ്ഥാപനത്തിന് പറ്റിയ പ്രധാനപ്പെട്ട ഒരു തെറ്റ് ഈ പറയുന്ന ഒരു ജീവിയെ അവിടെ ചാപ്പാടും കൊടുത്ത് പഠിപ്പിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ, അതായത് വളരെ തൊഴിൽ ചെയ്ത് കഷ്ടപ്പെട്ട് പാടുപെട്ട് ജീവിക്കുന്ന ആളുകളെക്കാൾ സുഖസമൃദ്ധമായി ജീവിക്കാനുള്ള ഒരു മേൽവിലാസം കൊടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കാം, ഒരാള് ഒരു വിഷയത്തെ ഇരുന്ന് വിമർശിക്കുകയാണ്. റഹ്മത്തുള്ളാഹിൽ കാസിമി പറഞ്ഞ ഒരു വിഷയത്തെ പോലും ഇദ്ദേഹത്തിന്റെ ഈ ചീത്തവിളി, ഈ പ്രാക്ക് വീഡിയോയിൽ, ഈ കൂവൽ വീഡിയോയിൽ അനിൽ മുഹമ്മദ് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഒരു വസ്തുതയെപ്പോലും ഖണ്ഡിക്കാൻ അനിൽ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. 2-3 മിനിറ്റ് ഏകദേശം ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും റഹ്മത്തുള്ളാഹിൽ കാസിമി പറഞ്ഞ ഒരാശയത്തെ വസ്തുതാപരമായി ഖണ്ഡിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു പോലുമില്ല. കാരണം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കോലത്തിൽ ചീത്ത വിളിക്കുന്നു, മൃഗത്തോട് ഉപമിക്കുന്നു, കൊരക്കുന്ന കാര്യം പറയുന്നു, ഒരു ജീവി എന്ന് പറയുന്നു. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒരു മാർഗമില്ല. പണസമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് റഹ്മത്തുള്ളാഹിൽ കാസിമി ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന നമ്മളോടൊക്കെ കാണിക്കുന്ന അതേ വെറുപ്പ്, അതേ അസഹിഷ്ണുത റഹ്മത്തുള്ളാഹിൽ കാസിമി എന്ന ഖുർആൻ പണ്ഡിതനോട് ഈ പറയപ്പെടുന്ന അനിൽ മുഹമ്മദ് പ്രകടിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും. അതുകൊണ്ട് വകുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കൊടുത്തവരെല്ലാവരും കൂടി ആ ഡിഗ്രി തിരിച്ചെടുത്ത് റഹ്മത്തുള്ള ആക്കി പുറത്തുവിടണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വാർത്താശകലം, പ്രസംഗ സംഭാഷണ ശകലം ഇതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കാസിമീനെ റഹ്മത്തുള്ളാഹിൽ കാസിമി എന്ന പേര് മാറ്റി വെറും റഹ്മത്തുള്ളാഹി ആക്കിയിട്ട് പുറത്തു വിടണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ കേടാണ്, ഞങ്ങൾ ഇതുപോലെ നിഷ്പക്ഷ നിലപാട് എന്ന് പറഞ്ഞിട്ട് വേഷം കെട്ടി ഒരു എന്താ പറയുക, ഒരു പുരോഗമന മുസ്ലിം എന്ന രീതിയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ്. അകത്തൂടെ ഞങ്ങൾ ചില തീവ്ര നിലപാട് പറയുകയും ഇസ്ലാമിനെ വിമർശിക്കുന്നവരോട് അസഹിഷ്ണുത കാണിക്കുകയും എല്ലാ കാര്യത്തിനും പരിഹാരം ഇസ്ലാമാണ് എന്ന് പറയാൻ ശ്രമിക്കുകയും ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന ഭാഗമുണ്ടെങ്കിൽ അവിടെ ജീവൻ കൊടുത്തും അതിനെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുന്ന ജിഹാദി പ്രവർത്തനം, അർബൻ ജിഹാദി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെയൊക്കെ കാസിമി വലിച്ചു പുറത്തിടാൻ പോകുന്നു. അതുകൊണ്ട് സമസ്തക്കാരെ, നേതാക്കന്മാരെ ഓടി വരണേ, കാസിമി ബിരുദം എടുത്തു കളയണേ, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവുകയെ എന്നാണ് അനിലിന്റെ നിലവിളി. എന്താണ് അനിലിന്റെ പ്രശ്നം? എന്തിനാണ് ഇപ്പൊ ഇത്രയൊക്കെ കേട്ടിട്ടും ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രസംഗം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകൾ ക്രമാനുഗതമായിട്ടാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്, ഒന്നും ഒഴിവാക്കി വിട്ടിട്ടില്ല. ഓക്കെ, ഇത്രയും നേരം എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇനി ആ പ്രശ്നം എന്താണ് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ചാനൽ കാണുന്ന അർദ്ധനിഷ്പക്ഷവാദികളായിട്ടുള്ള ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ഒരു ഉപായം, ഒരു കുൽസിത പ്രവർത്തനം നിങ്ങൾ കണ്ടോളി. ഇതുപോലെ ഒരു വൃത്തികെട്ടവനെ അവിടെ പഠിപ്പിച്ച് ചാപ്പാടും കൊടുത്ത് അതിൽ ഉസ്താദന്മാർ പഠിപ്പിച്ചിറക്കിയ ഡിഗ്രിയാണ് ഈ വിവരദോഷിയുടെ കയ്യിലുള്ളത്. അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ വിവരദോഷി ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ലോകത്തെ മുഴുവൻ ടെററിസ്റ്റുകളെ സൃഷ്ടിക്കുന്ന സ്ഥാപനമാണത്രേ ദാറുൽ ഉലൂം ദേവബന്ദ്. ഇതാണ് ഇതിനുള്ള ഇദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ അനിൽ മുഹമ്മദ് പറയണം എന്താണ് ദാറുൽ ഉലൂം ദേവബന്ദി.
അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. മറുപടി പറയാൻ കഴിയില്ല. ദാറുൽ ഉലൂം ദൈവബന്ദിനെ പറഞ്ഞപ്പോഴത്തേക്ക് അനിൽ മുഹമ്മദ് എന്തിനാ പൊള്ളുന്നത് നിങ്ങൾക്കറിയോ? അനിൽ മുഹമ്മദിന്റെ ആശയത്തിന്റെ അടിവേരാഴ്ന്നു കിടക്കുന്ന താലിബാനിസത്തിന്റെ ആശയാദർശത്തിന്റെ ഉറവിടമായ മൗദൂദിസത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സാധനമായിട്ട് ദാറുൽ ഉലൂം ദൈവബന്ദി മാറിയിട്ടുണ്ട്. എന്താണ് മൗദൂദിസം? മൗദൂദിസം എന്ന് പറഞ്ഞാൽ ലഹരി മൂത്ത വഹാബിസം ആണ്, വീര്യം കൂടിയ വഹാബിസമാണ്. ആ വീര്യം കൂടിയ വഹാബിസത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചാരകനായിട്ട് ഇവിടെ നിഷ്പക്ഷനായി വേഷം കെട്ടി നടക്കുന്ന ആളാണ് അനിൽ മുഹമ്മദ്. അനിൽ മുഹമ്മദിന്റെ 3 C ഞാൻ നിങ്ങളെ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ദാറുൽ ഉലൂം ദൈവബന്ദിനെ പറഞ്ഞത് മാത്രം റഹ്മത്തുള്ളാഹി അൽ ഖാസിമിയുടെ പ്രസംഗത്തിന്റെ 2 മണിക്കൂറിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വന്ന് വെറുതെ മൂളിയിട്ട് അനിൽ മുഹമ്മദ് എന്താ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ ആശയത്തെ ഖണ്ഡിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള താലിബാൻ തീവ്രവാദികളുടെ ആശയധാര, അതിന്റെ ഉറവിടം മദ്രസ കേന്ദ്രം ദൈവബന്ദ് അല്ലേ? ആ ദൈവബന്ദിന് ഇന്ത്യൻ ദൈവബന്ദിയിലേക്ക് വേരുകളില്ലേ? ആ ദൈവബന്ദികളുടെ കൂടാരത്തിലുള്ള സുന്നി വേഷം കെട്ടിയ ഒരു വഹാബി അല്ലെങ്കിൽ വീര്യം കൂടിയ വഹാബിയത്തിന്റെ വക്താവല്ലേ അലിയാർ കാസിമി? അലിയാർ കാസിമി എന്ന് പറഞ്ഞാൽ അനിൽ മുഹമ്മദിന്റെ ആരാ? മാനസ ഗുരു അല്ലേ? പാപം അനിൽ മുഹമ്മദ് ബേജാറായി. കുറുക്കന്റെ നീല നിറം ഇളകിത്തുടങ്ങുന്നു എന്ന് വരുന്നു, കൂവിത്തുടങ്ങുന്നു, സമസ്തക്കാരെ ഓടി വരുന്നേ, കാസിമി പട്ടം എടുത്തു കളയണേ, നിയന്ത്രിക്കണേ, ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോണേ എന്ന് വരെ നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് ചില നീലക്കുറുക്കന്മാർ മാറിപ്പോകുന്ന ദാരുണമായ കാഴ്ച. എന്തൊരു അസഹിഷ്ണുതയാണ്! ദാറുൽ ഉലൂം ദൈവബന്ദ് തീവ്രവാദ ആശയങ്ങൾക്ക് പ്രേരണ നൽകുന്ന മദ്രസ ഉറവിടമാണ് എന്ന കാര്യത്തിൽ ലോകത്താർക്ക് സംശയമുള്ളത്? ദൂരത്തേക്കൊന്നും പോണ്ട, പാകിസ്ഥാൻ താലിബാനെ കുറിച്ചും അഫ്ഗാൻ താലിബാനെ കുറിച്ചും ഒന്ന് പഠിച്ചാൽ മതി. അപ്പൊ കാസിമി പറഞ്ഞതിനെ ആശയപരമായി വസ്തുതാപരമായി ഖണ്ഡിക്കാൻ കഴിയാതെ വെറുതെ കൊഞ്ഞനം കുത്തുകയാണ് ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ. ആശയപരമായി പല സംഘടനകൾക്കും പലരോടും വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ താൻ ഉപജീവനമാർഗം നടത്തുന്ന സുന്നി പ്രസ്ഥാനക്കാർക്ക് അവരോട് ആശയപരമായി വിരോധമുണ്ടെന്നറിയാം. എന്നാലും സമസ്തയ്ക്ക് അത്ര കടുപ്പമുള്ള വിരോധമില്ല. അണികളുടെ ആവേശത്തിന് വേണ്ടി വിവരക്കേടുകൾ പറയുക എന്നുള്ളത് ഈ വൃത്തികെട്ട മനുഷ്യന്റെ ഒരു സ്ഥിരം രീതിയാണ്. അതിന്റെ ഭാഗമായാണ് ഈ സംഗതി പറയുന്നത്. എന്തൊക്കെ എപ്പ പറഞ്ഞത് നമുക്ക് പരിശോധിക്കാം. സുന്നികൾക്ക് ദൈവബന്ധികളുമായിട്ട് ആശയപരമായ വ്യത്യാസമുണ്ട്, ആശയപരമായിട്ടുള്ള എതിർപ്പുണ്ട്. എന്തുകൊണ്ടാ? അവരുടെ ആശയം വേറെയാണ്, ഒരു വഹാബിയത്തിന്റെ അംശമുള്ളതാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ മിലിറ്റന്റ് ആക്ടിവിസത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്, താലിബാനിസത്തിന്റെ ആശയമാണ്. അതുകൊണ്ട് ഇവിടുത്തെ പരമ്പരാഗത സുന്നികൾക്ക് എതിർപ്പുണ്ട്. സമസ്തയ്ക്കുന്ന അത്ര വലിയ വിരോധമല്ല എന്നാണ്. ഈ വിവരം ജമാഅത്തെ ഇസ്ലാമിക്കാരനായ അനിൽ മുഹമ്മദിനെ എവിടുന്ന് കിട്ടി? അപ്പൊ ഇദ്ദേഹം പറയും ഞാൻ EK സുന്നി മദ്രസയിൽ പഠിച്ചതാണെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. അതിനൊക്കെയുള്ള മറുപടി കാസിമി പറയുന്നുണ്ട്, നമ്മൾ പറയണ്ടല്ലോ. അപ്പൊ ഇതാണ് കാര്യം. ഇനി അടുത്തത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പറയുമെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. എന്ത് പറയുമെന്ന്? ദാറുൽ ഉലൂം ദൈവബന്ദിനെ പോലെ വളരെ ശ്രേഷ്ഠരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഒരു ദീനീ സ്ഥാപനത്തെക്കുറിച്ചാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾക്ക് ഡിഗ്രി കിട്ടിയത് ആ പശ്ചാത്തലത്തിൽ നിന്നും അതിൽ നിന്നുമാണ്. അൽ ഖാസിമി എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചുകൊണ്ടാണ് ഈ അഭ്യാസവും ഗുസ്തിയും ഒക്കെ നടത്തി വായിൽ വരുന്ന വിവരക്കേട് മുഴുവൻ ഈ വൃത്തികെട്ട ജീവി പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നത്. ആ സ്ഥാപനത്തെക്കുറിച്ചാണ് ഇയാൾ ഇന്നത്തെ കാലത്ത് ഇത് പറയുന്നത്. എന്തൊക്കെ പറയുന്നു? വൃത്തികെട്ടവൻ, വിവരമില്ലാത്തവൻ. എന്ത് പറഞ്ഞേനാ? മുസ്ലിം സമൂഹത്തിനിടക്ക് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പര്യാപ്തമായ അല്ലെങ്കിൽ അതുകൂടി ഉൾക്കൊള്ളുന്ന വഹാബി തൗഹീദിന്റെ കടന്നുകയറ്റം ഉണ്ട്. അത് ജനാധിപത്യ ബോധമുള്ള മുസ്ലിങ്ങൾ അതിനെ എതിർക്കണം. സമസ്ത ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതിരുന്നതിന്റെ പേരിൽ വഹാബി തൗഹീദിലേക്ക് വഴുതി വീണ സുന്നി ആദർശമുണ്ടായിരുന്ന പാരമ്പര്യമുണ്ടായിരുന്ന സ്ഥാപനങ്ങളുടെ അവസ്ഥകൾ അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ നിഷ്പക്ഷം നിലപാട് പറയുന്ന, ഇസ്ലാം മഹത്തരമാണ് എന്ന് മേനി നടിക്കുന്ന, ഇസ്ലാമിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഭംഗ്യം പറയാൻ ശ്രമിക്കുന്ന അനിൽ മുഹമ്മദിന് എന്തിനാണ് ഹാലിളകുന്നത്? എന്തിനാ കാസിമിനെ ചീത്ത വിളിക്കുന്നത്, തെറി വിളിക്കുന്നത്? അനിൽ മുഹമ്മദ് നീലത്തിൽ വീണ കുറുക്കനാണ്. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അതുകൊണ്ട് സമസ്തയിലെ പണ്ഡിതന്മാർ ആരെങ്കിലും ഇതിൽ തിരിച്ചറിവും ബോധവും ഉള്ളവരുണ്ടെങ്കിൽ ഇത്തരം പ്രസംഗം നടത്തി കഴിയുമ്പോഴേ ലോഹ്യത്തിൽ ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി ഏതെങ്കിലും നല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് നെല്ലിക്കാത്തളമൊക്കെ വെച്ച് മരുന്നുമൊക്കെ കൊടുത്ത് സുഖപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആഹാ, അന്തസ്. അനിൽ മുഹമ്മദിന്റെ അല്ലെങ്കിൽ അനിൽ മുഹമ്മദൊക്കെ പണിയെടുക്കുന്ന ആ ഒരു പണി, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് അദ്ദേഹം കൊടുക്കുന്ന 8ന്റെ പണി, ഇവിടുത്തെ പാവപ്പെട്ട പരമ്പരാഗത സുന്നി ആശയത്തിലുള്ളവരെ പോലും തീവ്ര നിലപാടിലേക്ക് താൻ ഉന്തി തള്ളിയിടാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ
ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രസീവ് മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന വഹാബി ആശയത്തിന്റെ പ്രചാരകനായിട്ടുള്ള ഒരാളുടെ അസ്വസ്ഥതയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് സമസ്തക്കാരെ ഇങ്ങനെ പ്രസംഗിച്ച അപ്പം തന്നെ നിങ്ങൾ കാസിമിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കണം. എന്താ ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം? അത് മാത്രം മതിയോ? അത്ര ചെയ്താൽ മതിയോ? പോരാ. കാരണം കാലം മോശമാണ്. പറയുന്ന ആൾക്ക് എന്ത് നിലവാരമുണ്ടെന്നും എന്ത് വിവരമുണ്ടെന്നും ഒന്നും ഉള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നമല്ല. പറഞ്ഞു കേൾക്കാനിരിക്കുന്ന കാലത്താണ് ഈ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് ബാനറും ഒക്കെ കെട്ടി ഇതിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. മലബാറുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് നല്ല സ്നേഹവും ഇഷ്ടവും ആദരവും ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ജീവികളെ, വിവരദോഷികളെ, യാതൊരു പ്രയോജനവും സമൂഹത്തിനില്ലാത്ത വിവരക്കേടുകളെ ചുമക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത് സുഖസമൃദ്ധമായി ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വലിയ പാപവും ശിക്ഷയുമാണ്. അതിന് പ്രത്യേകമായി നിങ്ങൾക്കും അടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആഹാ, കാസിമിനെ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വടി കിട്ടുന്ന മലബാറുകാരെ അടച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പൊ അനിൽ മുഹമ്മദിന് ശരിക്ക് കൊള്ളേണ്ടടത്ത് കൊണ്ടിട്ടുണ്ട് കാസിമിയുടെ വീഡിയോ. 1.5 മണിക്കൂറിലധികം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിന്റെ 25 സെക്കൻഡിൽ താഴെ മാത്രം ദയൂബന്ദിനെ കുറിച്ച് പറയുന്ന ഭാഗത്തിന്റെ ഒരംശം മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഇദ്ദേഹം ഇത്രയും ഒരു മനുഷ്യനെ മോശമാക്കി, അയാളെ അപമാനിച്ച്, അയാൾ വിവരമില്ലാത്തവനാണെന്ന് പറഞ്ഞ്, അയാൾ പിന്നെ എന്താ പറയുക, അയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, അയാളെ ആശുപത്രിയിലാക്കണം എന്ന് പറഞ്ഞ് അയാളെ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ മലബാറുകാരെ മൊത്തത്തിൽ അടികിട്ടും എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ജോദ്ധാവിന്റെ ആത്മരോഷമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇനി എന്താണ് ഇത്രയൊക്കെ ഇദ്ദേഹത്തെ രോഷം കൊള്ളിക്കാൻ ഈ പറയപ്പെടുന്ന റഹ്മത്തുള്ളാഹി അൽ കാസിമി പറഞ്ഞത്? ഇദ്ദേഹം കേൾപ്പിച്ച ആ ഒരു പൊട്ടും പൊടിയുമല്ലാത്ത അതിന്റെ കുറച്ച് മുൻപ് മുതൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന്റെ ആശയത്തിന്റെ ക്രക്സ് അതെന്താണ് എന്ന് നമുക്ക് കേൾക്കാം. കുറച്ചുകൂടി പറഞ്ഞാൽ അനിൽ മുഹമ്മദ് ഇത്രയും പറഞ്ഞതിനേക്കാൾ വിശദമായിട്ട് നമുക്ക് കാസിമി പറഞ്ഞതിനെ കേൾക്കേണ്ടതുണ്ട്. ഈ പ്രസംഗം അല്ലെങ്കിൽ നമ്മളിപ്പം കാസിമി നടത്തിയുള്ള പ്രസംഗം, അനിൽ മുഹമ്മദിന്റെ നിലവിളി, ഞാൻ അതിനോട് നടത്തുന്ന പ്രതികരണം, ഇതെല്ലാ വിശ്വാസികളും, വിശ്വാസികളായിട്ട് മക്കളെ വളർത്തുന്ന മാതാപിതാക്കളും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിന്ന് ജീവിക്കുമ്പോൾ പോലും ഇന്ത്യ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ അല്ലെങ്കിൽ ആധുനിക ലോകത്ത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ പോലും നിർബന്ധമായും ഈ ആശയത്തെ നിങ്ങൾ ഒരു ചിന്തക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇതിനെ നിങ്ങൾ വിശകലന വിധേയമാക്കേണ്ടതുണ്ട്. ഇതിനോട് നിങ്ങൾ ഒന്ന് ഈ കാര്യത്തോട്, ഈ ചിന്തയോട് നിങ്ങളുടെ ചിന്തകളെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. നിങ്ങളത് അനലൈസ് ചെയ്യേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പോലും എത്തിച്ചു കൊടുക്കുകയും അവരിത് കാണുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി എന്താണ് റഹ്മത്തുള്ളാഹി അൽ കാസിമിയുടെ പ്രഭാഷണത്തിൽ ഇത്രയും മേൽ അനിൽ മുഹമ്മദിനെ വിരളി പിടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കേൾക്കണം. അത് കഴിഞ്ഞിട്ട് അനിൽ മുഹമ്മദ് ഈ പറയുന്ന ഈ ഭ്രാന്താശുപത്രിയിലാക്കണം, അതേപോലെ ഇല്ലെങ്കിൽ നാട്ടുകാരെ കൈകാര്യം ചെയ്യും എന്ന തരത്തിൽ പറയുന്ന ഈ ഭാഗം നമ്മൾ ഒന്നുകൂടി കേൾക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് അനിൽ മുഹമ്മദ് എന്ന നീലക്കുറുക്കന്റെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആശയം, അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയുടെ ആഴം നമുക്ക് മനസ്സിലാവാം. നമുക്കതൊന്ന് കേൾക്കാം. കാസിമി വളരെ തമാശയായിട്ട് ഒരു കഥ പറഞ്ഞു തുടങ്ങാം എന്നാണ് കാസിമി പറഞ്ഞ ഒരു കഥ. ആ കഥ നിങ്ങളും ഈ വീഡിയോ അവസാനം വരെ കേൾക്കുമ്പോൾ ശ്രദ്ധയോടെ മനസ്സിരുത്തി ഓർത്തു വെക്കണം. ആ കഥയിൽ പറയുന്ന ഒരു ആശയം അതാണ് കാസിമി പറയാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് കാര്യം. ഒരു അറബിക്കഥയാ. കലീം എന്ന ഒരാളുടെ കടയിൽ നിന്ന് ഒരാൾ ഒരു കൊട വാങ്ങി. പിന്നെ എന്ത് ചെയ്യും? ആര് വെച്ചാൽ പറയും നല്ല കൊടയാണല്ലോ, ഇത് കലീമിന്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നീട് അതിന്റെ എന്തായെന്നറിയാം, അതിന്റെ ശീലം നരച്ചു. അപ്പോൾ മൂപ്പര് വേറെ എവിടുന്നോ അതിന്റെ ശീലം മാറ്റിട്ടു. കുറെ കാലം കഴിഞ്ഞപ്പോ അതിന്റെ വില്ല് പൊട്ടി. അങ്ങനെ ഏതോ നാട്ടിൽ നിന്ന് അയാൾ അതിന്റെ വില്ല് മാറ്റിട്ടു. പിന്നെ ഒരിക്കൽ പുടി പൊട്ടി. അപ്പോൾ അയാൾ പുടി വേറെ ഏതോ സ്ഥലത്തുനിന്ന് മാറ്റിട്ടു. പിന്നെ അയാൾ കാല് പൊട്ടി. ഞടല് ബാക്കിയുള്ളൂ, അതും എവിടുന്നോ മാറ്റിട്ടു. ഈ കാലയളവിനും പിന്നെയും അത് ചൂട് കിടക്കുമ്പോ ആളുകൾ ചോദിക്കും, ആ കല കൊടയാണല്ലോ, ഇനി ഞാൻ 25 കൊല്ലം മുമ്പ് കലീമിന്റെ കടയിൽ വാങ്ങിയതാ. കലീമിന്റെതായ ഒരു സാധനം ഇപ്പോൾ ആ കുടുംബൻ നിലവിലുള്ള സുന്നി. ഈ കഥയുടെ സാരാംശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലാത്തവർ ഈ കഥ ജസ്റ്റ് ഓർത്തു വെക്കുക. കലീമിന്റെ കടയിൽ നിന്ന് വാങ്ങിയ ശീലക്കൊടയിൽ കലീമിൻ്റെതായിട്ട് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സുന്നികളുള്ളത്. അപ്പോൾ നമുക്കിനി ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കേൾക്കാം. ചില പേരുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് നമ്മൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ആ പേരുകൾ, അതിന്റെ കൃത്യമായിട്ടുള്ള കാലഗണന ഇതൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് കുറെ ഭാഗങ്ങൾ ഞാൻ അതിന്റെ വിശദീകരണ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ. വഹാബിസം എന്ന് പറയുന്ന ക്യാൻസർ, ഇസ്ലാം എന്ന് പറയുന്ന അബദ്ധവിശ്വാസത്തിന് മുകളിൽ കൂനിന്മേൽ കുരു പോലെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു മാരകമായ ക്യാൻസറാണ് വഹാബിസം. ആ വഹാബിസം എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നത്,
ഇസ്ലാമിനെ ലോകത്തെല്ലായിടത്തുള്ള മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിൽ തീവ്ര ആശയത്തിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത്? എങ്ങനെയാണ് അത് സായുധ വിപ്ലവങ്ങളിലേക്ക് വരെ പോകാൻ പര്യാപ്തമാകുന്ന ആശയധാരയായിട്ട് അത് വളരുന്നത്? അത് വളർത്താൻ വേണ്ടി ഇവരുപയോഗിച്ച മാർഗങ്ങൾ, അതിൻ്റെ സർവകലാശാലകൾ, അതിൻ്റെ ആശയപരമായ മദ്രസകൾ, ഇതൊക്കെ രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് കേൾക്കാം. ചിശ്തി അവരുടെ ഖലീഫയാണ്, ചിശ്തി അവരുടെ ഖലീഫയാണ്, ഉസ്മാൻ ഹാറൂൺ ചിശ്തി അവരുടെ ഖലീഫയാണ്, ഖാജ മൊയ്‌ദീൻ ചിശ്തി. തറവാടല്ല പ്രശ്നം, ഇതപ്പാട. ഞാൻ നിങ്ങൾക്ക് ജമാലുദ്ദീൻ അഫ്ഗാനിയെ പറഞ്ഞേറ്റെ ഖാലിസായ സയ്യിദ് ദൂരങ്ങൾ ഖാലിസായ സയ്യിദ് 20-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തെ പഴിപ്പിച്ചൊക്കെ സയ്യിദുമാരാണ്. എന്ത് ചെയ്യും? അതായത് വഹാബിസം എന്ന് പറയുന്ന ഒരാശയം തീവ്ര നിലപാടിന്റെ, തീവ്ര വിശ്വാസത്തിന്റെ, അതിതീവ്ര തൗഹീദിന്റെ, അതിനെ അംഗീകരിക്കാത്ത മനുഷ്യരോടുള്ള വിശ്വാസികളാണെങ്കിൽ പോലും അവരോടുള്ള അസഹിഷ്ണുതയുടെ, അക്രമത്തിന്റെ, ജിഹാദിന്റെ മാർഗം സ്വീകരിച്ചവർ, ആ തൗഹീദിലേക്ക് വഴുതി വീണവർ, കാലക്രമേണ അതത് പ്രദേശങ്ങളിലുള്ള ജനസമൂഹങ്ങളുമായി സഹകരിച്ചും അവിടുത്തെ സംസ്കാരങ്ങളോട് ലയിച്ചും സുഗമമായി മുന്നോട്ട് പോയിരുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് പ്യുവർ തൗഹീദ് എന്ന് പറയുന്ന ഒരാശയം രൂപകൽപ്പന ചെയ്തെടുത്ത് അതിനെ ആയുധബലത്തിൽ സ്ഥാപിച്ചെടുത്ത് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു വഹാബി രാഷ്ട്രമായിട്ട് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട രാജ്യത്തെ കൈപ്പിടിയിൽ വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഈ പാൻ ഇസ്ലാമിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം, ഇസ്ലാം ഈ വഹാബി തൗഹീദിന് വിരുദ്ധമായത് എന്തിനേയും തകർക്കുക, അല്ലെങ്കിൽ അതിനെ ഈ വഹാബി ഇസ്ലാമിയത്തിന് കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ, അതിൻ്റെ അക്കാദമികൾ, അതിൻ്റെ യൂണിവേഴ്സിറ്റികൾ, പുസ്തകങ്ങൾ, അതിൻ്റെ ആശയപ്രചാരകൾ, അതിനു വേണ്ടിയിട്ടുള്ള പണം, സായുധ സംഘങ്ങൾ, ഇതെല്ലാം പിന്നീട് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ഈ വഹാബി തൗഹീദ് ഓരോരോ പ്രദേശങ്ങളിൽ കാലക്രമേണ ആ സമുദായങ്ങളോട്, സമൂഹങ്ങളോട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ യഥാർത്ഥ തൗഹീദ് എന്ന ഒരു ഇസ്ലാഹിയത്ത് എന്ന് പറയുന്ന വിശ്വാസപരമായിട്ട് കേൾക്കുമ്പോൾ തള്ളിക്കളയാൻ ഒരു സാധാരണ വിശ്വാസിക്ക് കഴിയാത്ത തരത്തിലുള്ള ഒരു കെണി ഒരുക്കിയിട്ടാണ് ഇവരുടെ ആശയപ്രചരണം മുന്നോട്ട് പോയത്. അപ്പം എത്ര വലിയ പാരമ്പര്യം ഉണ്ടായിരുന്ന പ്രദേശമായാലും ആളുകളായാലും ഈ വഹാബി തൗഹീദിലേക്ക് കാലിടറി വീഴുന്നതോടുകൂടി അവരുടെ സ്വഭാവം മാറും, അവരുടെ പ്രവർത്തന ശൈലി മാറും, അവരുടെ ആശയം മാറും, വിശ്വാസത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ അഖീദ മാറും. അഖീദ മാറുന്നതോടുകൂടി മുസ്ലിമിന്റെ കോലം മാറും. ഇതാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് അൽ അസർ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതൊന്നും അനിൽ മുഹമ്മദിന് കേൾക്കാനോ, കേൾപ്പിക്കാനോ, പ്രതിരോധിക്കാനോ, മറുപടി പറയാനോ കഴിയാത്ത വസ്തുതകളാണ്. റഹ്മത്തുള്ളാഹി അൽ ഖാസിമി ഇസ്ലാം മതവിശ്വാസിയാണ്. റഹ്മത്തുള്ളാഹി അൽ ഖാസിമിയുടെ ആശയങ്ങളോട് വിയോജിപ്പുണ്ട്. റഹ്മത്തുള്ളാഹി അൽ ഖാസിമിക്ക് നിരീശ്വരവാദികളോ എന്ന് പറഞ്ഞാൽ കലിയായിരിക്കാം, വെറുപ്പായിരിക്കാം. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണ്. അനിൽ മുഹമ്മദിന് ദേഷ്യം വന്നതുകൊണ്ടോ തെറി വിളിച്ചതുകൊണ്ടോ കാര്യമില്ല. ഇന്ന് ലോകം അനുഭവിക്കുന്ന, ഇസ്ലാം കൊണ്ട് ലോകം അനുഭവിക്കുന്ന സകല കെടുതികളുടെയും കാരണം എന്ന് പറയുന്നത് വഹാബി ആശയം ആണ്. മുഹമ്മദ് അബ്ദുയുടെ തിരുമീരന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആര്? ലവാഹിരി. ഇന്നത്തെ അസ്ഹറിലെ എല്ലാ ന്യൂ ജനറേഷന് ആവശ്യമായ ഫാക്കൽറ്റികൾ മുഴുവനും കൊണ്ടുവന്നത് ഈ ലവാഹിരിയാണ്. അവർക്ക് ശേഷമോ മുസ്തഫൽ മറാഖി, ഇയാളാരാ? മുഹമ്മദ് അബ്ദുൽ നഷ്യൻ. ഷെയ്ഖുൽ അസ്ഹർ സദാസമയം ബന്ധത്തിലാണ് ആരുമായി? മുഹമ്മദ് അബ്ദുവിന്റെ മാർഗവുമായി. തൗഹീദിൽ അതേ മൻഹജ, അതായത് ലോകത്തെ സുന്നികളെല്ലാം കാഫിറാണ് എന്ന വീക്ഷണക്കാരാണ് 20-ാം നൂറ്റാണ്ടിലെ 99% അസ്ഹറിലെ മുഫ്തിമാരും ഷെയ്ഖുൽ അസ്ഹറുമാരും നിലവിലുള്ള തന്നെ. അപ്പൊ ഇത് അൽ അസർ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. പതിയെ പതിയെ അൽ അസർ യൂണിവേഴ്സിറ്റി വഹാബി തൗഹീദിന്റെ ആശയധാരയിലേക്ക്, അഖീദയിലേക്ക് മാറി. എന്താ വഹാബിയത്തിന്റെ അഖീദ? ലോകത്ത് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഹാബി തൗഹീദ് പുൽകിയിട്ടില്ലെങ്കിൽ അവരൊക്കെ മുശ്രിക്കാണ്, അല്ലെങ്കിൽ കാഫിറാണ്. അവരൊക്കെ ശരിപ്പെടുത്തി അവിടെ യഥാർത്ഥ തൗഹീദ് സ്ഥാപിക്കുക എന്ന് പറയുന്നത് വഹാബി ആശയത്തിൽ നിൽക്കുന്ന ഒരുത്തന്റെ കടമയാണ്. അതിനവർ ഇസ്ലാഹി പ്രവർത്തനം നടത്താം, അതിനവർക്ക് ദഅവത്ത് നടത്താം, അതിനവർക്ക് ജിഹാദും നടത്താം. ഇങ്ങനെ 3 കൈവഴികളുണ്ട് വഹാബിസത്തിന്. ആ വഹാബിസത്തിലെ ജിഹാദിലൂടെ പരിഷ്കരണം, സംസ്കരണം എന്ന അതിതീവ്ര നിലപാടിനെ നേരെ നമ്മൾ പറയില്ലേ, ഡ്രൈ അടിക്കുക എന്ന് പറയില്ലേ, ആ ടീമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത്ര വ്യത്യാസമുള്ളൂ. വഹാബിയത്തിന്റെ അല്ലെങ്കിൽ വഹാബി തൗഹീദിന്റെ ഇസ്ലാഹിയത്തും ദഅവത്തും ഒക്കെ മാറ്റിവെച്ച് നേർക്ക് നേർ അങ്ങ് കയറി ചെന്ന് അതിന് ഷർത്തും ഫർളും ഒപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഇസ്ലാഹിയത്തും അതേ നസീഹത്തും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, ദഅവത്ത് ചെയ്യാം. രാഷ്ട്രീയമായിട്ട്
അധികാരം മുസ്ലിമായ ആളുകളുടെ കയ്യിലാണ് ഉണ്ടാവേണ്ടത്. നന്മ തിന്മ വിധിക്കാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മുൻനിർത്തിയിട്ടുള്ള നിയമങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കുകയും അത് ലോകത്താകെ സ്ഥാപിക്കാൻ വേണ്ടി സായുധ വിപ്ലവം നടത്തണം എന്ന ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തയാളാണ് മൗദൂദി. ആ മൗദൂദിയുടെ ആശയം അതിനുവേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നാട്ടുകാരുടെ ഇടയിൽ നേർക്കുനേർ ജിഹാദ് പറയാൻ പറ്റാത്തതുകൊണ്ട് അതിനെ പഞ്ചാര മിഠായിയുടെ രൂപത്തിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറെ യുനാനി ഡോക്ടർമാരെയും കുറെ സാമൂഹ്യ ശാസ്ത്ര ഡോക്ടർമാരെയും ഇറക്കി വിട്ടിട്ടുള്ളത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താ, അവർ നല്ല പുരോഗമനവാദികൾ, അവർ നല്ല ജനാധിപത്യവാദികൾ, അവർ നിഷ്പക്ഷമതികൾ. അകത്തെന്താ? അകത്ത് വഹാബിസം മൂത്ത ഈ പറയപ്പെടുന്ന മൗദൂദിസം. അതിന്റെ ആശയം നേർപ്പിച്ച് ഹോമിയോ മരുന്ന് നേർപ്പിക്കുന്ന പോലെ നേർപ്പിച്ച് മനുഷ്യർക്കിടയിൽ വിതരണം ചെയ്യുക, അതിന് സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുക, അതിന് 1B 1A 2B 3C ക്ലാസ് എടുക്കുക. ഇതിന്റെ പരിപാടി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്നിട്ട് ഒരു മനുഷ്യാവകാശം പറയും, കർഷക സമരം പറയും, പ്ലാച്ചിമട പറയും, മുത്തങ്ങ സമരം ഇതൊക്കെ ആയിട്ട് വരും. ഉദ്ദേശം എന്താ? ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുക. ഹസൻ മൗമൂന്റെ കാലത്താണ് അത്വാനിയുടെയും മുഹമ്മദ് അബ്ദുടെയും റഷീദുള്ളയുടെയും പുസ്തകങ്ങൾ ഈജിപ്തിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് സ്വന്തം അടിച്ചു വിതരണം ചെയ്തത്. ആരാ ഭരണാധികാരി? ജമാലത്തുൽ നാസർ. ഒരു മോനോട് ചോദിക്കി, ഒരു 60-70 വയസ്സുള്ള ഒരു ഉസ്താദിനോട് ചോദിക്കി ജമാലത്തുൽ നാസർ ആരാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ആരാണ്? പൊളിറ്റീഷ്യൻ വഞ്ചിക്കപ്പെടുന്ന ആരും അറിയില്ല. അവരെ കഥ അങ്ങനെയാണ്. എന്ത് മറുപടി പറയും അനിൽ മുഹമ്മദ് ഇതിനൊക്കെ? ഇതൊക്കെ വസ്തുതാപരമായിട്ട് ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി വഹാബിവൽക്കരിക്കപ്പെട്ടു എന്നറിയാത്ത ആരാണ് ഇന്ന് ലോകത്തുള്ളത്? അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി മാത്രമാണോ? ലോകത്തുള്ള പ്രത്യേകിച്ച് അറേബ്യൻ ഉപദ്വീപിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന് നമ്മൾ ഇന്ന് കാണുന്ന സകല പ്രദേശങ്ങളിലുമുള്ള ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് വഹാബി തൗഹീദ് ലോകത്തുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള കേന്ദ്രങ്ങളല്ലേ? ജിഹാദികളെ പടച്ചുവിടുന്ന തീവ്രവാദ സംഘങ്ങൾക്ക് ആശയപരമായ അടിത്തറയൊരുക്കുന്ന കേന്ദ്രങ്ങളാണ് ഓരോ വഹാബി ആശയത്തിലുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളും അല്ലേ? ഇതിനൊക്കെ എന്ത് മറുപടി പറയും അനിൽ മുഹമ്മദ്? സയ്യിദ് മുഹമ്മദ് തൻതാവി. ഇനി സയ്യിദ് മുഹമ്മദ് തൻതാവിയാണ് എന്ത്? സയ്യിദ് മുഹമ്മദ് തൻതാവി മദീന യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്. എന്താ മദീന യൂണിവേഴ്സിറ്റി? മദീന യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ ഫൗണ്ടർ മൗദൂദിയാണ്. പിന്നെ ഒരാൾ അയാൾ ഇപ്പോൾ പറഞ്ഞ ഞങ്ങൾ എണീറ്റു പറയാനായിട്ടില്ല, പിന്നെ പറയാം. എന്താണ് മദീന യൂണിവേഴ്സിറ്റി? ലോകത്ത് വഹാബിസം കയറ്റി അയക്കാൻ വേണ്ടി ഫൈസലിന്റെ പണത്താൽ 980 ഉണ്ടാക്കിയതാണ്. ഏത്? 970-കളിലാണ്ടാണത് മദീന യൂണിവേഴ്സിറ്റി. ഇതൊക്കെ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത കുറവുണ്ടോ? നിങ്ങൾ റഹ്മത്തുള്ളാഹി അൽ ഖാസിമിനോട് തെളിവ് ചോദിക്ക്. റഹ്മത്തുള്ളാഹി അൽ ഖാസിമി തെളിവ് തരുമോ നമുക്ക് നോക്കാം. പക്ഷെ മദീന യൂണിവേഴ്സിറ്റി മാത്രമല്ല, സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളും ലോകത്തിന്റെ പല ഭാഗത്തേക്ക് വഹാബിസത്തിന്റെ കയറ്റുമതിക്ക് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ടതാണ്. അവിടെ നിന്ന് ധനസഹായം സ്വീകരിച്ച് കേരളത്തിലും ഇന്ത്യയിലും മറ്റ് ലോകരാഷ്ട്രങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക സ്ഥാപനങ്ങൾ, ദഅവ കോളേജുകൾ, ഇവരുടെയൊക്കെ അഖീദയുടെ വേര് വഹാബിസത്തിലാണ്. ആർക്കാ സംശയം? ഇതിനൊക്കെ എങ്ങനെയാണ് അനിൽ മുഹമ്മദ് മറുപടി പറയുക എന്നാണ് അറിയാനുള്ള ഒരു കൗതുകം എനിക്കുള്ളത്. ഇതിന് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടും കഴിയാത്തത് കൊണ്ടുമാണ് അനിൽ മുഹമ്മദ് കാസിമിക്ക് പ്രാന്താണ്, അയാളുടെ കാസിമി പട്ടം തിരിച്ചു വാങ്ങണം, അയാളെ സമസ്തക്കാർ കൊണ്ടുപോയിട്ട് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആക്കണം എന്ന് പറയുന്നത്. 980 പാകിസ്ഥാനിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഇയാൾ പൈസ കൊടുത്തിട്ട്. ആര്? ഫൈസൽ. 75 ഫൈസൽ മരിച്ചു, കൊല്ലപ്പെട്ടു. 80 പാകിസ്ഥാനിലെ വഹാബി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. അവിടെ പ്രൊഫസറാണ് ആര്? ഷെയ്ഖ് തൻതാവി. വഹാബിസത്തിന് അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയത്. ഈ കാലഘട്ടത്തിലെ എല്ലാ ടെററിസ്റ്റുകളും എവിടുന്ന് പഠിച്ചതാ? ഈ പാകിസ്ഥാൻ യൂണിവേഴ്സിറ്റിന്ന്. ഞാനൊന്നും പറയുന്നില്ല, ഇതൊക്കെയാണ് കാസിമി പറയുന്ന കാര്യങ്ങൾ. കാസിമി പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാൻ, വസ്തുതാപരമായിട്ട് അതിൽ പെശകുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ അനിൽ മുഹമ്മദിന് സാഹചര്യങ്ങളും സൗകര്യങ്ങളും ആൾബലവും ഇല്ലേ? റിസോഴ്സസ് ഇല്ലേ? എന്താ അനിൽ മുഹമ്മദിന്റെ പ്രശ്നം? മറുപടി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഉടനെ പറയുന്നവന് ഭ്രാന്താണ്, ഓനെ കാസിമി പട്ടം തിരിച്ചെടുക്കണം എന്ന് മാത്രല്ല, 20-ാം നൂറ്റാണ്ട് ടെററിസ്റ്റുകളിൽ 90% അസ്ഹർ നൂർഷാണ്. സെപ്റ്റംബർ 11 പിടിക്കപ്പെട്ടതിൽ പ്രധാനപ്പെട്ട ആള് അസ്ഹരിയ. അസ്ഹർ ഷരീഫ് പഠിച്ചതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ, ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലെ ബില്ലാദന്റെ ഉസ്താദ്മാര് വരെ ഉണ്ട്. ഇതൊന്നും ഞാൻ ഇതിനകത്തൊന്നും ഇനി വേറെ കമന്റ് പറയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ റഹ്മത്തുള്ളാഹി അൽ ഖാസിമി വിശദമായി പറയുന്നതിൽ നിന്നാണ് ദാറുൽ ഉലൂം ദെയ്വബന്ദിയുടെ പേര് മാത്രം പൊക്കി പിടിച്ചോണ്ട് അതിന്റെ ഒരു പൊട്ടും പൊടിയും കേൾപ്പിച്ചിട്ട് മുക്കിയും മൂളിയും അനിൽ മുഹമ്മദ് ഖാസിമിയെ തെറി വിളിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ അനിൽ മുഹമ്മദിന് അങ്ങനെയാണെങ്കിൽ ആത്മരോഷം തിളക്കണ്ടേ?
വസ്തുതകൾ നിരത്തണ്ടേ, തെളിവുകൾ വെക്കണ്ടേ, മറുപടി പറയണ്ടേ? നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുസ്ലിം സമൂഹം, മുസ്ലിം സമുദായം വഹാബിസം എന്ന് പറയുന്ന ആ അപകടത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം ആയിക്കൊണ്ടുള്ള നിങ്ങളുടെ ജീവിതം പോലും അപകടത്തിലാക്കാൻ പര്യാപ്തമായ തരം ക്യാൻസർ ആണത്. ഇത് നമ്മൾ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചല്ല, മുസ്ലിങ്ങളോടാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വഹാബിസ് അല്ലേന്ന്. ആണെന്നാണ് അവർ പറയുന്നത്, ഗ്രന്ഥങ്ങൾ വെച്ച് അത് അവരാണ് സമർത്ഥിക്കുന്നത്. പക്ഷെ മുസ്ലിം സമുദായങ്ങൾ, മുസ്ലിം സമൂഹങ്ങൾ, മുസ്ലിം ജനവിഭാഗങ്ങൾ തൗഹീദ് എന്ന പേരിൽ, യഥാർത്ഥ ഇസ്ലാം എന്ന പേരിൽ വഹാബികൾ കൊണ്ടുവരുന്ന ഈ ഭീകര ഇസ്ലാമിനെ അവര് നിരാകരിച്ചതാണ് കാലങ്ങളോളം. പിന്നെ കുതന്ത്രത്തിലൂടെ ഈ മനുഷ്യരെ മുഴുവൻ ഇവർ ഈ തീവ്ര മതത്തിന്റെ, തീവ്ര തൗഹീദിന്റെ വക്താക്കളായി. കാരണം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ലോകത്ത് പല ഭാഗത്തായിട്ട് പലതരത്തിൽ വ്യാപിക്കപ്പെട്ട മതങ്ങൾ, അതിൽ പല ജനവിഭാഗങ്ങളോടുകൂടി ഒരുമിച്ച് ജീവിച്ച് അത് പലതും സംസ്കാരങ്ങളുമായിട്ട് കലർന്ന് സുഗമമായിട്ട് മുന്നോട്ട് പോയിരുന്ന പ്രദേശങ്ങളിലൊക്കെ വഹാബിയത്ത് എന്ന് പറയുന്ന ഈ വിഷം കലർത്തി. മുസ്ലിങ്ങളുടെ ജീവിതം മാത്രമല്ല, മുസ്ലിങ്ങൾ അല്ലാത്തവർ ഇവരാരുമായിട്ടാണോ ചേർന്ന് ജീവിക്കുന്നത് അവരുമായിട്ടുള്ള ജീവിതം കൂടി ദുസ്സഹമാക്കി. നമ്മൾ കേരളത്തിലെ നിങ്ങളൊരു ടെസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് ഇവിടുത്തെ തൗഹീദ് പറച്ചിലും, നമ്മുടെ ഉത്തരേന്ത്യയിലെ ജാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളും കേരളത്തിൽ എം അക്ബറിനെ പോലെയുള്ള ആളുകളും നടത്തിയിട്ടുള്ള സ്നേഹസംവാദം പോലെയുള്ള വൃത്തികേടുകൾ, അവരുടെ പ്യുവർ തൗഹീദ് നാട്ടിലുറപ്പിക്കാനും ദഅവത്ത് നടത്താനും മറ്റുള്ള മതസ്ഥരെ തക്കത്തിലും തഞ്ചത്തിലും പറഞ്ഞ് ഇസ്ലാം സ്വീകരിപ്പിച്ച് അതിന്റെ മേനി നടിച്ച് അതിന്റെ ഫോട്ടോഗ്രാഫും ഈ പ്രോഗ്രാമിന്റെ CD കൊടുത്തയച്ചിട്ട് ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി പണം പിടുങ്ങുന്ന ഏർപ്പാടായിട്ട് ഈ ദഅവ പ്രവർത്തനം ഇവിടെ തുടങ്ങിയതിന് ശേഷമല്ലേ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഇവിടെ മനുഷ്യന്മാർക്കിടയിൽ വിശ്വാസപരമായിട്ട് അകൽച്ചയുണ്ടായത് അല്ലേ? ഇതിന്റെ ഒരു അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ജിഹാദ് എന്ന് പറയുന്ന ആശയം വഹാബിയത്തിന്റെ 3-ാം ഘട്ടത്തിൽ നിർബന്ധമായിട്ട് നടക്കുന്ന സാധനമാണ്. മറ്റു 2 ഘട്ടങ്ങളെ സ്കിപ്പ് ചെയ്തിട്ട് 3-ാം ഘട്ടത്തിലേക്ക് ചാടുന്നവരാണ് മൗദൂദികൾ. ഇതാ വ്യത്യാസമുള്ളൂ. ഇവരുടെയൊക്കെ ആശയം, അഖീദ ഒന്ന് തന്നെയാണ്. മുസ്ലിം അല്ലാത്തവരോട് അസഹിഷ്ണുത, മുസ്ലിം അല്ലാത്തവർ യോഗ്യരല്ല എന്ന ഒരു ബോധം, മുസ്ലിങ്ങളാണ് ലോകത്തിന്റെ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഭരണം, മനുഷ്യർ നിയമം ഉണ്ടാക്കാൻ പര്യാപ്തരല്ല, നിയമം നടപ്പിലാക്കപ്പെടേണ്ടത് അള്ളാന്റെ നിയമമാണ്, ഖുർആനാണ്, ശരീഅത്താണ്. ഇതാണ് ഇവരുടെ വിശ്വാസം. ഇതിനൊന്നും മറുപടി പറയാൻ അനിൽ മുഹമ്മദ് കൂട്ടിയെ കൂടൂല. കാരണം ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും അറിവുള്ള, ആർക്കും പരിശോധിച്ച് ബോധ്യപ്പെടാവുന്ന വസ്തുതകളാണ് എന്നതുകൊണ്ടാണ് അനിൽ മുഹമ്മദ് നീലം ഒഴുകിപ്പോകുമ്പോൾ അറിയാതെ കൂവിപ്പോകുന്നത്. ഇന്നത്തെ അക്ബറിന്റെ ഷെയ്ഖുൽ അസ്ഹർ ആരാ? ഇന്നത്തെ ഷെയ്ഖുൽ അസ്ഹർ മുഹമ്മദ് അഹമ്മദ് ത്വയ്യിബ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നു, ജിദ്ദയിൽ, വഹാബ് യൂണിവേഴ്സിറ്റിയിൽ. അന്നത്തെ അയാളുടെ ശിഷ്യനാണ് ആര്? ബിൻ ലാദൻ. വേൾഡ് 20-ാം നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റായ ഉസാമ ബിൻ ലാദൻ ഇന്നത്തെ അസ്ഹർ ഷരീഫിന്റെ ഗ്രാൻഡ് ഷെയ്ഖുൽ അസ്ഹറിന്റെ ശിഷ്യനാണ്. എവിടുന്ന് പഠിച്ചു? കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിന്ന്, ജിദ്ദയിൽ. ഇതിനൊക്കെ നമ്മൾ ഇനി വേറെ വിശദീകരണം തരണ്ട. ഞാൻ ഇതൊക്കെ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നതിനോടുള്ള അനിൽ മുഹമ്മദിന്റെ വളിച്ച പ്രതികരണമാണ് നേരത്തെ കേട്ട പരിഹാസവും ചീത്തവിളിയും. ഇതിനൊക്കെ മറുപടി പറയാൻ കാസിമി പറയുന്ന വഹാബിസത്തെക്കുറിച്ച് കാസിമി നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾക്ക് മറുപടി പറയാൻ അനിൽ മുഹമ്മദിന്റെ കൂടെ കൂട്ടാവുന്ന 3 സീറ്റ് വേറെ ഏതെങ്കിലും ആൾക്കാരെയും കൂട്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നമ്മൾ വെറുതെ കാഴ്ചക്കാരായിട്ട് ഇരിക്കാം. എന്തുകൊണ്ടാ? ആശയപരമായിട്ട് ആദർശപരമായിട്ട് മറുപടി പറയാതെ, വസ്തുതകൾ നിരത്തിയിട്ട് വാദങ്ങളെ ഗണ്ണിക്കാതെ ഒരാളെ വിളിച്ച് ചീത്ത വിളിച്ചോണ്ട് കാര്യമുണ്ടോ അനിൽ മുഹമ്മദ്? ഇതന്നെ കറവീന്റെ അവസ്ഥ. കറവീൻ എന്നാൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിൽക്കുന്ന സുന്നത്തിമായത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. മൊറോക്കോയിലെ കറവീന്റെ അവസ്ഥ ഇതന്നെ. ഇന്നത്തെ കറവീനെ യൂണിവേഴ്സിറ്റി ആക്കിയത് മൊത്തം വഹാബികളാണ്. പിന്നെ ഒരു ആയിരക്കണക്കായ കൊല്ലമായി നിലനിൽക്കുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റി ടൂണീഷ്യയിലെ സൈത്തൂനിയുടെ നേതാക്കന്മാർ മുഴുവൻ വഹാബികളാണ്, അധ്യാപകന്മാർ വഹാബികളാണ്, സിലബസ് വഹാബികളാണ്. പുറം യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികളെ അയക്കുന്ന പരിപാടി നിർത്തണം. നമ്മുടെ നാട്ടിലെ കോളേജുകളെ പോലും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം കേസിൽ ഷാഫിഈയാണെങ്കിലും ഉള്ളിൽ വഹാബിയത്തുള്ള ആളുകൾ നമ്മുടെ സുന്നി സ്ഥാപനങ്ങളിലും ഉണ്ട്. ഇതാണ് കാസിമി പറയുന്ന കാര്യം. അപ്പൊ കേവലം ഈ പറയപ്പെടുന്ന ദാറുൽ ഉലൂം ദൈവബന്ദിനെ കുറിച്ച് അറിയാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല കാസിമി. വളരെ വിശദമായിട്ട് പരമ്പരാഗത സുന്നി വിശ്വാസധാരയുടെ ഇടയിലേക്ക് അക്രമോത്സുകമായ ഭീകരവാദത്തിന്റെ വിത്ത് പേറുന്ന വഹാബി തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ജനതയെ എങ്ങനെയാണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്തത്, ഈ സ്ഥാപനം എങ്ങനെയാണ് ഇവർ ദുരുപയോഗം ചെയ്തത്, ഇവരെങ്ങനെയാണ് ഈ ഇവിടങ്ങളിലൊക്കെ പിടിമുറുക്കിയത് എന്ന് വിശദീകരിക്കുകയും നമ്മുടെ നാട്ടിലും അതിന്റെ അനുരണനങ്ങളുണ്ട്,
നമ്മുടെ സുന്നി വിഭാഗങ്ങൾക്കിടയിലും ഈ വഹാബി തൗഹീദ് പേറുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കോളേജുകൾ പോലും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. വഹാബിയത്തിന്റെ അഖീദ പഠിപ്പിക്കുന്നുണ്ടോ, ജിഹാദ് പിന്നെ പ്രേരണ നൽകുന്ന ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കാസിമി പറയുന്നു. ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമുള്ള അനുഭവങ്ങളെ മുൻനിർത്തി, വസ്തുതകളെ മുൻനിർത്തി അത്തരം സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞയക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇതിൽ എന്താണ് അനിൽ മുഹമ്മദെ മറുപടി പറയാനുള്ളത്? കാസിമി എന്ന് പറയുന്ന ഈ ഉസ്താദ് മതപരമായി അന്ധവിശ്വാസമുള്ള ആളായിരിക്കാം. അദ്ദേഹം മതപരമായി പല അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ജ്യൂസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വിശ്വാസപരമായിട്ട് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹം ഒരു മതനിരപേക്ഷ ഭാഗത്തു നിന്ന് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തോട് പറയുന്ന ചില കാര്യങ്ങൾ രാഷ്ട്രീയമായി അതിലൊരുപാട് മുന്നറിയിപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. അത് ശ്രദ്ധയോടെ മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വഹാബിയത്ത് എന്ന് പറയുന്ന അപകടം, ആ അപകടത്തെ തിരിച്ചറിയാൻ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില ചെറുതായിരിക്കില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. ലോകത്തിന്റെ അനുഭവം അതാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ദാറുൽ ഉലൂം ദെയ്ബന്ദിനെ കുറിച്ച് കാസിമി പ്രതിപാദിച്ചു പോകുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പല ആളുകളും ഈ വഹാബിയത്തുള്ള ആളുകൾ ഇന്ന് നമ്മുടെ കോളേജുകളിൽ ഉണ്ട്. ഇവർ എന്നാലോ അത്തരികളോ അല്ലെങ്കിൽ ട്രഡീഷണൽ സുന്നികളോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിയോ ട്രഡീഷണൽ സുന്നിസം. അവര് മൗലൂദിൽ കൂടും, മൗലൂദിൽ പുതിയ കൊളത്തിലാക്കും, അങ്ങനെയൊക്കെ കൂടും. നമ്മള് വിദ്യാർത്ഥിയാണ്, അതിലൊരു വിരോധം ഉണ്ടാവില്ല. പക്ഷേ ഇബ്നു തൈമിയ്യ മഹാനാണെന്ന് അവർ പറയും. ആരാ ഇബ്നു തൈമിയ്യ എന്ന് വെച്ചാൽ വഹാബിന്റെ കുരു. വഹാബിയത്ത് എന്ന് പറയുന്ന ആശയത്തിന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് പ്രേരണയായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയ സ്രോതസ്, അദ്ദേഹത്തിന്റെ തൗഹീദിന്റെ സ്രോതസ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ മഹാനാണ് എന്ന് പറയുന്ന സുന്നി വേഷം കെട്ടിയ, മൗലൂദിന് കൂടുന്ന, ഹദ്ദാദിനും റാത്തീബിനും പോകുന്ന, തൊപ്പി വെച്ച തലീക്കെട്ട് കെട്ടിയ മൗലിയമാര് സുന്നി വേഷം കെട്ടി സുന്നി കുട്ടികൾക്കിടയിൽ വഹാബി പ്രചാരകരായി നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് പറയുന്ന കാര്യമാണ്. ഞാൻ ഇസ്ലാം മത വിമർശനം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഇസ്ലാം മത വിമർശനം, മതം എന്ന പ്രത്യയശാസ്ത്രത്തെ വിമർശിക്കുന്നതും മുസ്ലിങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന അപകടകരമായിട്ടുള്ള മാറ്റങ്ങളെ, പ്രത്യേകിച്ച് വഹാബിയത്തിന്റെ സ്വാധീനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മതത്തിനകത്തുള്ള മനുഷ്യരോട് അത് പറഞ്ഞു ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് സുന്നി വേഷം കെട്ടിയ വഹാബികൾ നമ്മുടെ നാട്ടിലെ മനസ്സമാധാനം കളയും, മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും, ചേരിതിരിവുണ്ടാക്കും. നമ്മുടെ കുട്ടികൾ നാളെ അൽ ഖൈദയിലേക്കോ താലിബാനിലേക്കോ അതല്ലെങ്കിൽ IS-ലേക്കോ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കേരളത്തിൽ നിന്ന് ഇതുവരെ പോയവരൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയോ മുജാഹിദ് വഹാബിസം എന്ന് പറയുന്ന ഈ വഹാബിയത്തിന്റെയോ സ്വാധീന വലയത്തിലൂടെ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഉസ്താദ് ആരാ? മഖ്ദൂം. അവരുടെ ഉസ്താദ് ആരാ? ഇബ്നു ഹജർ. അവരെന്താ പറഞ്ഞത്? റജുലുൻ അവല്ലഹു അല്ലാഹു വഹദല. അവർ മര്യാദ മാറിയ തകരും, മാറി ദൈവബന്ധി തകർന്നു. ദൈവബന്ധം എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റിന്റെ മൂത്താപ്പയാണ്. ലോകത്തെ ടെററിസ്റ്റുകളെ മുഴുവൻ ഉണ്ടാക്കിയത് ദൈവബന്ധം. വഹാബിസം മുഴുവൻ ദൈവബന്ധം. വലിയ പലരെയും പറയാനാകാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. എന്നാലും 2023 തന്നെയാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ടാണ് ദൈവബന്ധിനെ കുറിച്ച് പറയുന്നത്. ദൈവബന്ധം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അലിയാർ ഖാസിമിനെ മാത്രം കണ്ടാൽ മതി. മിനിമം സിമ്പിൾ. അതിന്റെ ഏറ്റവും ലൈറ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ അലിയാർ ഖാസിമിയുടെ അത്ര വരും. എത്ര നിങ്ങൾക്ക് ദൈവബന്ധിന്റെ ആശയത്തെ നേർപ്പിക്കാൻ പറ്റുമോ, അവിടെ നിന്ന് ഇപ്പൊ പഠിപ്പിക്കുന്ന അഖീദയെ നേർപ്പിക്കാൻ പറ്റുമോ, അതിന്റെ ഏറ്റവും നേർത്ത രൂപമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വെക്കാൻ പറ്റുന്നത് അലിയാർ ഖാസിമിയാണ്. ദൈവബന്ധിന്റെ മദ്രസകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും താലിബാൻ തീവ്രവാദികളുടെ ആശയ കേന്ദ്രം. ദൈവബന്ധിനെ പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സത്ത പേറുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന അനിൽ മുഹമ്മദിന് പൊള്ളും, സ്വാഭാവികല്ലേ. അതല്ലാതെ അനിൽ മുഹമ്മദിന് മാത്രം ഇടങ്ങേറുണ്ടാവാൻ, ഇവിടെ സമസ്തക്കില്ലാത്ത ബേജാറ് അനിൽ മുഹമ്മദിന് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? സാമാന്യ ബോധമുള്ള ആൾക്കാർ ആലോചിക്ക്. കോളേജുകൾ ശുദ്ധീകരിക്കണം, പുനഃപരിശോധിക്കണം. നമ്മളെ കുട്ടികളെ മുഴുവനും, പല കുട്ടികളെയും കോളേജിൽ ഇറങ്ങുന്നവര് നാശാക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്മളെ ഞാൻ മൂത്തോ നീ മൂത്തോ എന്ന് പറഞ്ഞ ഉമ്മത്ത് നാശവും. കാല് പിടിച്ച് പറയാം, ഇത് വളരെ അപകടത്തിലേക്ക് നീങ്ങാം. ഇല്ലെങ്കിൽ ഷാഫിറായിരിക്കും, പക്ഷെ ആളാരായിരിക്കും? വഹാബിയായിരിക്കും. ഒഴിവാണ് കേരളത്തിൽ വഹാബികൾ, ഒരുപാട് തലയൊക്കെ വഹാബികളാണ്. ഇതൊരു വസ്തുതയാണ്. അനിൽ മുഹമ്മദ്, സത്യം പറയണവനെ പ്രാന്താന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനിത് പല തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. സുന്നി വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് വഹാബികളുണ്ട്. സുന്നി മതപാഠശാലകൾ എന്ന് പേരിട്ടിട്ടുള്ള പല ദഅവ കോളേജുകളുടെയും ആശയ അടിത്തറ, അവരുടെ രീതി അത് വഹാബിയത്തിന്റെയാണ്. എന്താ കാരണം? കാരണവും വലിയ ഈ കാസിമി പറഞ്ഞുതരും.
എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഒന്നും രണ്ടൊന്നല്ല, കുറെ ഉണ്ട്. അംഗീകൃത സമസ്തയുടെ അംഗീകൃത സ്ഥാപനങ്ങളിൽ വരെ വഹാബി ഉസ്താദ്മാർ നിലവിലുണ്ട്. സത്യസന്ധമായ കാര്യമാണ്. അതിലൊരു വഹാബിയുടെ തനിനിറം പുറത്താവുന്നതിന് മുമ്പുള്ള കോലാഹലമാണ് നമ്മൾ ഇവിടെ സമസ്തയുടെ കീഴിലുണ്ടായിരുന്ന ഒരു സ്ഥാപനം പൂട്ടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ച ഹക്കീം ഫൈസി ആദർശേരി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം. ഹക്കീം ഫൈസി ഈ അർത്ഥത്തിൽ ഒരു നീലക്കുറുക്കനായിരുന്നു. അദ്ദേഹത്തിന്റെ ചില നടപടികളിൽ സമസ്തയിലുള്ള ചില പണ്ഡിതന്മാർക്ക് തന്നെ അസ്വാഭാവികത തോന്നിയത് കൊണ്ടാണ് അത് തുടക്കത്തിൽ പിടിക്കപ്പെടുകയും കച്ചറയാവുകയും ചെയ്തത്. അപ്പൊ ആളുകൾ വിചാരിച്ചു ഹക്കീം അസ്ഹരി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിച്ച ഒരാളാണ്. പരമ്പരാഗത സുന്നികൾ അത് സഹിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ എതിർത്തതാണ്. അല്ല, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വസ്തുതയാണ്. അവർ വഹാബിയാവുന്നതിൽ നമുക്കൊരു വിരോധമില്ല. പക്ഷെ അവരുടെ അഖീദ പകരും ആരിലേക്ക്? അടുത്ത തലമുറയിലേക്ക് നശിക്കും. കാരണം ഇന്നലെ വരെ ഈ വിഷയം പഠിക്കുന്നവരെ സുന്നത്ത് ജമാഅത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഏത്? അസ്ഹറിനെ, ഹറമീനെ, സൈത്തൂനയെ. എന്നാൽ അതൊക്കെ നിലവിൽ വഹാബി സ്ഥാപനമാണ്. പണ്ടിങ്ങാരാ സിമ്പിൾ. ഇതിനൊന്നും പൊട്ടിത്തെറിച്ചിട്ടോ കാസിമിനെ കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിലാക്കിയിട്ടോ കാര്യമില്ല അനിൽ മുഹമ്മദ്. ഇതാണ് വസ്തുത. ഇതൊക്കെ നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കാസിമി കുറച്ച് നേരത്തെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ മുസ്ലിം സമൂഹം തിരിച്ചറിയേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വിശ്വാസത്തിലായിരിക്കെ തന്നെ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള സംസാരങ്ങളും തർക്കങ്ങളും നടക്കുന്നതിനിടയിൽ ഇതിനെ പ്രത്യേകമായി വിശ്വാസത്തിനകത്തുള്ള മനുഷ്യർ പരിഗണിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ യുക്തിവാദികളോട് തർക്കിക്കുന്നത് പോലെ ആയിരിക്കില്ല. വഹാബിയത്ത് പിടിമുറുക്കിയാൽ അത് നിരീശ്വരവാദികളോടും മതം വിട്ടവരോടും തർക്കിക്കുന്നത് പോലെ സുഗമമായിട്ടായിരിക്കില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇന്ന് അല്ലയോ എന്ന് വഹാബി നേതാവായ മുഹമ്മദ് അബ്ദിയുടെ 13 ഗ്രന്ഥങ്ങൾ അസ്ഹറിന്റെ കരിക്കുലത്തിലുണ്ട്. ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആരായി മുഹമ്മദ് ബിൻ അബ്ദ്? വഹാബിയത്തിന്റെ വഹാബി സ്ഥാപകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് മാത്രം വായിച്ചാൽ മതി എന്താണ് വഹാബിസം എന്ന് മനസ്സിലാക്കാൻ. ഇത്രമേൽ അപകടം പിടിച്ച ഒരു വിശ്വാസധാര. അതുകൊണ്ട് സമസ്തയിലെ പണ്ഡിതന്മാർ ആരെങ്കിലും ഇതിൽ തിരിച്ചറിവും ബോധവും ഉള്ളവരുണ്ടെങ്കിൽ ഇത്തരം പ്രസംഗം നടത്തി കഴിയുമ്പോഴേ ലോഹ്യത്തിൽ ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി ഏതെങ്കിലും നല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് നെല്ലിക്കാത്തളമൊക്കെ വെച്ച് മരുന്നുമൊക്കെ കൊടുത്ത് സുഖപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എന്തിന്? ഇത്ര നേരം കാസിമി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നീലത്തിൽ മുങ്ങിക്കിടക്കുകയാണ് എന്ന് മറന്ന് നിഷ്പക്ഷമാണ് ഞാൻ പറയാറുള്ളത് എന്നത് കാര്യം മറന്നുപോയി. പാവം അനിൽ മുഹമ്മദ്. അതുകൊണ്ടാണ് കാസിമിക്ക് ഭ്രാന്താണ്, കാസിമിന്റെ പട്ടം എടുത്തു കളയണം, മലബാറുകാരെ നിങ്ങൾ കാസിമിയെ നിലക്ക് നിർത്തണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കും അടികൊള്ളേണ്ടി വരും എന്ന് ഇദ്ദേഹം പരിതപിക്കുന്നത്. കാരണം കാലം മോശമാണ്. പറയുന്ന ആൾക്ക് എന്ത് നിലവാരമുണ്ടെന്നും എന്ത് വിവരമുണ്ടെന്നും ഒന്നും ഉള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നമല്ല. പറഞ്ഞു കേൾക്കാനിരിക്കുന്ന കാലത്താണ് ഈ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് ബാനറും ഒക്കെ കെട്ടി ഇതിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. മലബാറുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് നല്ല സ്നേഹവും ഇഷ്ടവും ആദരവും ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ജീവികളെ, വിവരദോഷികളെ, യാതൊരു പ്രയോജനവും സമൂഹത്തിനില്ലാത്ത വിവരക്കേടുകളെ ചുമക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത് സുഖസമൃദ്ധമായി ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വലിയ പാപവും ശിക്ഷയുമാണ്. അതിന് പ്രത്യേകമായി നിങ്ങൾക്കും അടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതാണ് അനിൽ മുഹമ്മദ് ഇത്രയും കിടന്ന് കൂവാനുള്ള കാരണം. ഞാൻ പറയുന്നത് കാസിമി പറയുന്ന വിശ്വാസപരമായ മണ്ടത്തരങ്ങൾ ഉണ്ടാവാം, ആദർശപരമായിട്ട് അദ്ദേഹം പറയുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആശയത്തോട് തന്നെ നമുക്ക് വിയോജിപ്പുണ്ടാവാം. അദ്ദേഹവും ഇതേ പ്രസംഗത്തിൽ യുക്തിവാദികൾക്കെതിരിൽ പട നയിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ പേന കൊണ്ട് നാക്കുകൊണ്ടും യുദ്ധം വെട്ടേണ്ടതിന്റെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ, ആശയപരമായിട്ടുള്ള അത്തരം തർക്കങ്ങൾ നടക്കട്ടെ. പക്ഷേ ഈ പറയുന്ന കാര്യം വഹാബിയത്ത് എന്ന് പറയുന്ന വിപത്തിനെ തിരിച്ചറിയാൻ, അത് ഇവിടുത്തെ പരമ്പരാഗത വഹാബി വിരുദ്ധരെന്ന് നമ്മൾ പൊതുവിൽ കാണുന്ന സുന്നി വിഭാഗത്തിന്റെ മതസ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സമസ്തയെ വിഴുങ്ങുന്ന വഹാബിസത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് കാസിമി പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയമായി സാമൂഹികമായി വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് മുസ്ലിം സമൂഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.